ഹായ് വ്യൂവേഴ്സ്, ഞാൻ ടോഷ്മ. ഇപ്പം ചൂടുകാലമൊക്കെ ആണല്ലോ. ഈ ചൂടുകാലത്ത് നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള തണുത്ത ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് നമുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി സോഡയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. ഈ സ്ട്രോബെറി സോഡ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് സ്ട്രോബെറി വേണം 1/4 കിലോ, അതുപോലെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് 1/4 കപ്പ്, അതുപോലെ 1/4 കപ്പ് തന്നെ പഞ്ചസാര, നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങയുടേത്, പിന്നെ നമുക്ക് സോഡ വേണം. ഈ സ്ട്രോബെറി സോഡ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് സ്ട്രോബെറി. ഇത് ഫ്രോസൺ സ്ട്രോബെറി ആണ്. ഇത് 1/4 കിലോ സ്ട്രോബെറി ആണ്. ഇതൊരു സോസ് പാനിലേക്ക് ഇട്ടു. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളം ചേർത്തു, അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തു. ഇനി ഇത് നന്നായിട്ട് വേവിച്ച് ഈ സ്ട്രോബെറി ഉടഞ്ഞു കിട്ടുന്നിടം വരെ നമ്മളൊന്ന് വേവിക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ചിടാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞോളട്ടെ. നമ്മൾ ഈ സ്ട്രോബെറി വേവിക്കാൻ വെച്ചത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ സ്റ്റിക്ക് ബ്ലെൻഡർ വെച്ചിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇത് ചൂട് ലിക്വിഡ് ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്ക് ബ്ലെൻഡർ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങളിപ്പം സ്റ്റിക്ക് ബ്ലെൻഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് തണുത്ത ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതാ നമ്മൾ ഈ വേവിച്ച സ്ട്രോബെറി ബ്ലെൻഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർക്കാം. ഇപ്പം ഈ നാരങ്ങാനീര് ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്കിപ്പം നല്ല പുളിയുള്ള സ്ട്രോബെറി ആണ്, അല്ലെങ്കിൽ അത്ര പുളി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഇത് ചേർക്കാം. എന്നിട്ട് ഐസ് ക്യൂബ്സോ നല്ല തണുത്ത സോഡയോ ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ സിറപ്പ് ഉണ്ടാക്കി ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് അതിലേക്ക് സോഡ ഒഴിച്ചിട്ട് നല്ല തണുത്ത ഈ സ്ട്രോബെറി സോഡ നമുക്ക് വിളമ്പാവുന്നതാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഈ ചൂട് കാലത്ത് നമുക്ക് ധാരാളം ജ്യൂസും അതുപോലെ തണുത്ത ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയമാണ്. അത് വേണ്ടതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ സ്ട്രോബെറി സോഡയൊക്കെ തയ്യാറാക്കി നോക്കാം.